ലേഖനത്തിൽ അതിന്റെ 13-ാം അധ്യായം 8-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കുകയാണ്. Let us read from Hebrews chapter 13 verse 8. അവയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. It says Jesus Christ is the same yesterday, today and forever. യേശു കർത്താവ് എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിരിക്കുന്നത്? What changes has Jesus done in our lives? നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ ധാരാളം innumerable ലീഡേഴ്സിന്റെ പട്ടിക നമുക്ക് കാണുവാൻ കഴിയും. When we look into the world, we can see enormous and many leaders out there. പ്രഗൽഭന്മാരായ പ്രൊഫസേഴ്സ്, ടീച്ചേഴ്സ്, ഇന്റലക്ച്വൽസ് അവരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. We can see famous professors, scholars and intellectuals. ശക്തരായ റിലീജിയസ് ഫിഗറുകളെ നമുക്ക് കാണാൻ കഴിയുന്നു. We can see powerful religious figures. എന്നാൽ അവരെയൊക്കെ താൽക്കാലികമായ ഓർമ്മകൾ മാത്രമേ മനുഷ്യരുടെ മനസ്സിൽ ശേഷിക്കുന്നുള്ളവരെ കുറിച്ച്. But we all people have only temporary knowledge and thoughts about them. എന്നാൽ യേശു കർത്താവിനെ ജനം ചരിത്രം എന്നും ഓർക്കുന്നു. But Jesus Christ is remembered by history and the people forever. ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്കാരാണ് എന്നുള്ളത് ഗൗരവമായി നാം ചിന്തിക്കാൻ പോകുകയാണ്. We will understand seriously who Christ is for us. നമുക്ക് കർത്താവ് ആരായിരിക്കണം എന്നുള്ളത് നാം ചിന്തിക്കുവാൻ പോകുന്നു. We will think about who Christ should be for us. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അവൻ ആരായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള കൺക്ലൂഷനോടെയാണ് ഈ സന്ദേശം അവസാനിക്കുന്നത്. The conclusion will be who Christ can be and what he can do for us today. Our Christ, he is alive yesterday, today and forever. Our Christ, he is alive yesterday, today and forever. എന്നാൽ നാം ചിന്തിക്കുന്നതായ നമ്മുടെ കർത്താവിൻ്റെ ചില പ്രത്യേകതകൾ കാണുമ്പോൾ ലോക നേതാക്കൾ എല്ലാവരും അവരുടേതായ സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട്. When we think about Christ and we compare with the world leaders, the leaders always try to establish their kingdom on this earth. എന്നാൽ നമുക്കറിയാം അവരുടെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ സിംഹാസനങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ ഉടഞ്ഞു വീഴുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നു. But we know that even while the leaders were alive, we know their thrones were shattered into pieces. എന്നാൽ മാറ്റപ്പെടാത്തതായ ഇളകാത്ത കിങ്ഡത്തെ കുറിച്ച്, രാജ്യത്തെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ ജീവനുള്ളതായ, നാം സേവിക്കുന്നതായ, നാം ആരാധിക്കുന്നതായ നമ്മുടെ കർത്താവാണ്. But we have heard about the unchanging and eternal kingdom only through Jesus Christ who we worship. ഒരേ ഒരു നേതാവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, I am the way, I am the truth and life. There is only one leader who has spoken, I am the way, the truth and the life. അവന്റെ പേരാണ് യേശു. His name is Jesus. His name is Jesus. നോക്കണം, വലിയ ചോദ്യങ്ങളുടെ നടുവിലാണ് വിശ്വാസ സമൂഹം ഇന്ന് ജീവിക്കുന്നത്. The Christian community is in the midst of a big question. മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. And we live in a world which is very manipulative. ഏത് കാര്യങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നതായ ഒരു ലോകം. It is a world which can manipulate anything. അതിന്റെ യഥാർത്ഥമായ അവസ്ഥകളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ളതായ കെട്ടുകഥകൾ പോലെയുള്ളതായ അത് പ്രബലപ്പെടുന്ന ഒരു കാലം. It is like removing the true situation and making stories which are not true. നോക്കണം, ആ കെട്ടുകഥകൾക്കെല്ലാം ലൈഫ് താൽക്കാലികമാണ്. Those lies only have temporary life in their life. എന്നാൽ ദൈവത്താൽ രൂപപ്പെട്ടിരിക്കുന്ന യേശു കർത്താവിലൂടെ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നതായ ആ ചരിത്രം, ഇറ്റ് ഈസ് പെർമനന്റ്. But the history which has been created through Jesus Christ stays permanent. ഈ മാനിപ്പുലേഷൻസ് എല്ലാം താൽക്കാലികമായി നിൽക്കും, എന്നാൽ യേശു കർത്താവിലൂടെയുള്ളത് മാത്രം സ്ഥായിയായി നിലനിൽക്കുന്നു. The manipulations will all be temporary, but everything through Jesus Christ remains permanent. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് our Christ is a unique person. That is why we say our Christ is a unique person. നമ്മുടെ കർത്താവ് സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. Our Christ is someone whom no one can be compared to. നാം ചിന്തിക്കണം, എന്താണ് മറ്റുള്ള എല്ലാ
നേതാക്കൾക്കും മുൻപിൽ യേശു വ്യത്യസ്തനാകുന്നത്. We need to understand why Jesus is different from the other leaders of this world. കാരണം നേതാക്കന്മാരുടെ നല്ല കാര്യങ്ങൾ നമുക്ക് പറയുവാനേ കഴിയൂ, എന്നാൽ ഇന്നും ലൈവായി ലിവിങ് പ്രസൻസ് നൽകിക്കൊണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് ഞാൻ സമീപസ്ഥാനാണെന്ന് പറയുവാൻ, മനസ്സ് തകർന്നവരെ ഞാൻ രക്ഷിക്കുന്നു എന്ന് പറയുവാൻ ഒരേ ഒരാൾ മാത്രമേ ഉലകത്തിലുള്ളൂ. അത് നാം സേവിക്കുന്ന നമ്മുടെ ദൈവമാണ്. We can only talk about the good things the leaders said, but about Jesus we can experience his presence and who is close to the broken heart even today. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. That is why in Hebrews it says Jesus Christ is the same and alive yesterday, today and forever. എല്ലാ ആളുകളും ജനിച്ച് വളർന്നു വന്ന പശ്ചാത്തലങ്ങളിൽ അവർക്ക് ലഭിച്ച അഭ്യസനത്തിന്റെ വെളിച്ചത്തിലാണ് അവരുടെ ജീവിതം കാഴ്ചവെച്ചിട്ടുള്ളത്. Every person grows and trains in the situations they have and they come up in life. നമുക്കറിയാം, പല പ്രവാചകന്മാരെ അഡ്രസ് ചെയ്യുമ്പോഴും പ്രൊഫറ്റിക്കൽ ബുക്കിലുള്ളതായ ശക്തന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് അഡ്രസ് ചെയ്യുമ്പോഴും പലപ്പോഴും അവരെ കുറിച്ച് യാതൊരു ബാക്ക് ട്രാക്ക് ഹിസ്റ്ററിയും പറയുന്നില്ല എന്ന് കാണാൻ കഴിയുന്നു. Even when we read from the prophetical books, when the powerful prophets are addressed, we do not read about any of their background history. എന്നാൽ നമ്മുടെ യേശു കർത്താവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവനെ കുറിച്ച് അവൻ ജനിക്കുന്നതിന് ഏതാണ്ട് 750 years before ആണ് യെശയ്യാ പ്രവാചകൻ അവനെ കുറിച്ച് കൃത്യമായി പ്രവചിക്കുന്നത്. When we think about Jesus, we can see even 750 years before his birth, prophet Isaiah speaks about him. യെശയ്യാ 7:14 പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന്. In Isaiah chapter 7 verse 14 it says the virgin will bring forth a son. മത്തായി എഴുതിയ സുവിശേഷം 1:22 പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നുള്ളതായ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. Even in Matthew it says the virgin will bring forth a son and he will be called Emmanuel, God with us. A virgin conceiving is beyond natural possibility. A virgin conceiving is beyond natural possibility. അത് ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. It is one of the greatest miracles. എന്നാൽ യേശു ജനിക്കുന്നതിന് 750 വർഷം മുൻപ് അവൻ എന്ത് പേരിടണമെന്ന് ഹല്ലേലൂയ പ്രവചനമുണ്ടായി. But even before Jesus was born 750 years ago, what he will be named, it was prophesied. യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവന്റെ കമ്മിങ് ഓഫ് ഹിസ് പർപ്പസ് എന്നുള്ളത് വളരെ വ്യക്തമായി ക്ലാരിറ്റിയിൽ രേഖപ്പെടുത്തി. Even centuries before Jesus was born, the coming of his purpose was clarified. ഇതുപോലെ ആരെക്കുറിച്ചും ഈ ഉലകത്തിൽ പറഞ്ഞിട്ടില്ല. It has never been spoken about anyone on this world. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തരം തിരിച്ച് ചരിത്ര നായകനായി വന്ന യേശുവിനെയാണ് നാം ധ്യാനിക്കുന്നത്. Therefore, my dear ones, we are understanding about Jesus Christ who divided the times into AD and BC. ഏതാണ്ട് 710 വർഷം മുൻപ് മീഖാ പ്രവാചകൻ യേശുവിനെ കുറിച്ച് പ്രവചിച്ചു. At least 750 years before Christ was born, Micah prophesied about Jesus. ആ പ്രവചനത്തിൽ വളരെ സ്പെസിഫിക് ആയി പറയുന്നു ഏത് പ്ലേസിലാണ് യേശു ജനിക്കാൻ പോകുന്നത് എന്ന്. In his prophecy he clearly says which place Jesus will be born. മീഖാ പ്രവചനം 5:2 ഇങ്ങനെ പറയുന്നു. In Micah chapter 5 verse 2 it says, നീയോ ബേത്ലഹേം എഫ്രാത്തെ, but you Bethlehem Ephrathah, നീ യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും, though you are little among the thousands of Judah, ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ച് വരും. yet out of you shall come forth to me the one to be ruler in Israel. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. His going forths are from old and from everlasting. നോക്കണം, യേശു ജനിക്കുന്നതിന് 710 വർഷം മുൻപ് മീഖാ പ്രവാചകനിലൂടെ യേശുവിന്റെ ജനനത്തിന്റെ പ്ലേസ് കൃത്യമായി പറയുന്നു. Let us see, 710 years before Jesus was born, Micah is clearly prophesying the place he will be born. ആ കാലഘട്ടത്തിൽ യേശുവിന്റെ ജനന സമയത്തുള്ളതായ 3 കോണ്ടിനെന്റിൽ ഏഷ്യ, ആഫ്രിക്ക ആൻഡ് യൂറോപ്പ്, ഈ രാജ്യങ്ങളുടെ കേന്ദ്രസ്ഥാനമായിരുന്നു ബെത്ലഹേം. In that times Bethlehem was a center point for 3 continents, Europe, Asia and Africa. ജെറുസലേം അതിന്റെ സെൻട്രൽ പ്ലേസ് ആയിരുന്നു. Jerusalem was the central place that time. ഈ ബെത്ലഹേമിൽ നിന്നും
6 മൈൽ ദൂരത്തിലാണ് എഫ്രാത്ത് എന്ന് പറയുന്നതായ പ്ലേസ് സ്ഥിതി ചെയ്യുന്നത്. Ephrath is 8 miles away from Bethlehem. ഓർക്കണം ദൈവ പൈതലേ, നമ്മുടെ ദൈവം ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല. നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ റിലവൻസിയെ കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. Let us remember that our God is not someone who lies, and we are going to think about the relevance of our God in our lives. അവന് സമാനത പറയുവാൻ മറ്റാരുമില്ല. Among the leaders or gods, there is no one compared to him. അവനെ മാറ്റി നിർത്തിക്കൊണ്ട് എന്തൊക്കെ കെട്ടുകഥകൾ ഉണ്ടാക്കിയാലും അതൊന്നും നിലനിൽക്കയില്ല. Whatever false stories people make about him, that will not stand forever. നമ്മുടെ യേശു കർത്താവിനെ റീപ്ലേസ് ചെയ്യുവാൻ നമുക്ക് മറ്റാരെ കൊണ്ടും കഴിയില്ല. We cannot replace anyone with Jesus. ഹല്ലേലൂയ, സ്തോത്രം. Amen. നമ്മൾ ഓർക്കണം, അവന്റെ പേരിനെ കുറിച്ച് കൃത്യമായി പറയുന്നു. We saw how it's been clearly said about Jesus' അവൻ name. ജനിക്കുന്ന പ്ലേസിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു. We read how clearly the place has been mentioned before he was പ്രിയമുള്ളവരെ, born. ജെൻഡറൊക്കെ അറിയുന്ന കാലം ഈ സമീപ ഭാവിയിലല്ലേ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇവിടെ ജെൻഡറും പ്രവചിക്കുന്നു. The gender determination has just come forth now, but here even the gender was prophesied. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ ആ ജെൻഡർ വളരെ കൃത്യമായി പറയുകയാണ്. When it was said the virgin will conceive a son, the gender was said clearly. ഹല്ലേലൂയ. Amen. Hallelujah. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം We ചെയ്യാം. lift our hands and praise God. ആർക്കും ചോദ്യം ചെയ്യുവാൻ കഴിയാത്ത ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. We are serving a God whom no one can question. യോഹന്നാൻ 1:14 ഇങ്ങനെ പറയുന്നു, In Gospel of John chapter 1 verse 14 it വചനം says, ജഡമായി തീർന്നു, the word became flesh കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. and lived in grace and truth in our midst. നോക്കണം, അങ്ങനെ ഒരു ഫിഗർ ലോകത്തിലില്ല. ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും ചരിത്രത്തിൽ കമ്പൈനായി വന്ന് മാനവരാശിയുടെ നടുവിൽ അവരുടെ രക്ഷകനായി ഇറങ്ങി പ്രവർത്തിക്കുന്നത്. We need to understand there is no other figure for whom there is divinity and humanity and a complete history around. ഹല്ലേലൂയ. കേവലം മനുഷ്യനായി നിന്നുകൊണ്ട് ദൈവത്വത്തിന്റെ പ്രിട്ടൻഷൻ അഭിനയങ്ങൾ മാത്രം കാണാം. എന്നാൽ ഇതിനെ കമ്പൈൻ ഫോഴ്സായി നിന്നുകൊണ്ട് മനുഷ്യന്റെ ദുരിതങ്ങൾ അകറ്റി അവന് നിത്യമായ ഒരു പ്രത്യാശ നൽകിയത് യേശു കർത്താവ് മാത്രമാണ്. ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് നമുക്ക് മഹത്വം കരേറ്റാം. We can see man doing actions like God, but Jesus was someone who was man but lived like God and worked like him in our midst. എബ്രായ ലേഖനം 4:15 ഇങ്ങനെ പറയുന്നു, In Hebrews chapter 4 verse 15 it says, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. the high priest who we have is not someone who cannot sympathize in our weaknesses. അവൻ പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനത്രേ. He was tested in everything beyond sin. അപ്പോൾ ഓർക്കണം, ഇത് സിഗ്നിഫൈ ചെയ്യുന്നത് പഴയ നിയമ ആചാരത്തെ കുറിച്ചാണ്. What we read here is something which signifies the old traditions. യാഗങ്ങളുടെ കാലം. It was a time of sacrifices. പാപത്തിന്റെ പ്രായശ്ചിത്തമായി പാപത്തിന്റെ അളവനുസരിച്ച് യാഗമർപ്പിക്കുന്ന അവസ്ഥ. It was a situation where sacrifices were given for the atonement of sin. എന്നാൽ അതിനെന്നേക്കുമായി വിരാമമിടുവാൻ നമ്മുടെ കർത്താവ് പാപമില്ലാത്തവനായി ഈ ലോകത്തിലേക്ക് വന്നു. But Jesus Christ came to stop that as one without sin. മാത്രമല്ല, പാപമൊഴികെ സകലത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടു. He was tempted yet without sin. പാപത്തിൽ ഒരു പാപത്തെക്കുറിച്ച് യേശുവുമായി ബന്ധപ്പെടുത്തി ഒന്നും പറയുവാനില്ല. We have nothing to say which relates sin to Jesus. അപ്പോൾ നാം സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത, പഴയ നിയമ കാലഘട്ടത്തിലെങ്കിൽ നാം യാഗമർപ്പിച്ച് നാം തകർന്നു പോകുമായിരുന്നു, ടയേർഡായി പോകുമായിരുന്നു. എന്നാൽ യേശു ഒരിക്കലായി അഭക്തർക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി. Therefore, if it had been the sacrifices, we would have been tired by offering sacrifices. But Jesus once for all became the sacrifice. യോഹന്നാൻ 3:16 വളരെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്യം പറയുന്നു. In John chapter 3 verse 16 we read a verse which has the തന്റെ most historical ഏകജാതനായ importance. പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. We read that
God so loved the world that he gave his only begotten Son, so that whosoever believes in him will never perish. നോക്കണം, he sent his only begotten son. He sent his only begotten Son. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, Therefore, the most important thing we need to understand, അവൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് സഹതാപം കാണിക്കാൻ, നമ്മുടെ വീക്ക്നെസ്സസിൽ, നമ്മുടെ പ്രശ്നങ്ങളിൽ സഹതാപം കാണിക്കാൻ കഴിവുള്ള മനസ്സുള്ള ദൈവമാണ്. we need to understand that he is a God who can sympathize with us in our weaknesses. അവന് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. He is a God who can come down to us and work for us. നമ്മുടെ കർത്താവിൻ്റെ പ്രധാനപ്പെട്ടതായ മിഷനെ കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. Let us remember the important mission about our Jesus. ലൂക്കോസിന്റെ സുവിശേഷം 19:10 പറയുന്നു, In Luke chapter 19 verse 10 it says, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. For the Son of Man has come to seek and save that which was lost. He is the savior of the world. He is the savior of the world. യേശു കർത്താവ് മാനവരാശിയുടെ രക്ഷയ്ക്കായി കാണാതെ പോയതിനെ തിരഞ്ഞ് കണ്ടെത്തി രക്ഷിപ്പാനായി വന്നു. He is the savior of humankind who has come to seek and save the lost. നല്ല ഇടയനായ ദൈവത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. We see a good shepherd in Jesus Christ. കാണാതെ 99 വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ തേടി പുറപ്പെട്ടതായ ഇടയനെ കാണാൻ കഴിയുന്നു. He is a shepherd who left the 99 to seek the one which was lost. കാണാതെ പോയതിനെ കണ്ടെത്തി ബ്ലെയിമിങ്ങിന്റെ പെരുമഴ പെയ്യിക്കുവാനല്ല, അവനെ തോളിലേറ്റിക്കൊണ്ട് അവനിൽ സന്തോഷിക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. He is not a Jesus who found the one lost to blame him, but to carry him on his shoulders and love him. എല്ലാം നഷ്ടപ്പെടുത്തി ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയതായ മുടിയനായ പുത്രന്റെ മുൻപിൽ വാതിൽ തുറന്നിട്ട് സ്വീകരിക്കാൻ നിൽക്കുന്ന കരുണാമയനായ യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. He is a compassionate father who opened the doors for the prodigal son who destroyed and lost everything in his life. അതേ യേശുവിനെ തന്നെ കാണുവാൻ ആഗ്രഹിച്ച് കാട്ടത്തിയുടെ മുകളിൽ കയറിയതായ നൊട്ടോറിയസ് ആയിട്ടുള്ള സക്കായിയുടെ മുൻപിൽ യേശു ഹൃദയം തുറക്കുന്നു, അവനെ വീണ്ടെടുക്കുന്നു. Jesus opened his heart against that notorious Zacchaeus and brought him to his love. So remember that our Jesus is beyond our comprehension. Therefore remember that our Jesus is beyond our comprehension. He is the savior of the world. He is the savior of the world. അടുത്തതായിട്ട് കർത്താവിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ളതായ ഒരു സാക്രിഫിഷ്യൽ ഡെത്തിനെ കുറിച്ചാണ്. Next we see is the perfect sacrificial death of our Christ. അതിനെക്കുറിച്ച് ഒരു ഭാഗം വായിക്കാം. എബ്രായർ 10:11-12. About that we'll read in Hebrews chapter 10 verse 12. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷകളിൽ പാപങ്ങളെ പരിഹരിക്കുവാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. Every priest has to do once in his life, once in the year, sacrifices to atone his sins. എന്നാൽ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. But Jesus, by one offering, made it perfected for those who being sanctified and made and sat on the right hand of the Lord and made the enemies his footstool. ആ ഭാഗം നാം മുമ്പേ ധ്യാനിച്ചതാണ്. We have read that before. അപ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത പ്രവൃത്തികളെ കുറിച്ചുള്ള ഒരു പെർഫെക്റ്റ് അവയർനെസ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നു. We receive a perfect awareness of what Jesus did for us. അത് മാത്രമല്ല, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. Not just that, he defeated death and ascended to heaven. വെളിപ്പാട് 1:18 ഇങ്ങനെ പറയുന്നു. In Revelation 1 verse 18 it says, ഞാൻ മരിച്ചവനായിരുന്നു, I was dead, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. but I am alive forever. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. I have the keys of Hades and death in my hand. ഇതാ കർത്താവ് പറയുന്നു, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു. This is where Jesus says, I was dead, എന്നാൽ ഞാൻ ഇപ്പോൾ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. but behold, I am alive forever. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഇതാർക്ക് പറയാൻ കഴിയും? Keys of death and Hades are with me. Who else can say this? He is the only one who conquered the grave. He is the only one who conquered the grave. Hallelujah. പാതാള ശക്തികളെ തകർത്ത ഒരേ ഒരുവൻ നാം ധ്യാനിക്കുന്ന
നമ്മുടെ യേശു കർത്താവ്. The one who defeated the powers of grave, he's the one we are listening about today. പ്രിയമുള്ളവരെ, ഈ കർത്താവിന് നമ്മുടെ ആവലാദികളെ കുറിച്ച് വ്യക്തമായ അറിവുള്ളവനാണ്. And this Jesus clearly knows about our concerns and troubles. നമ്മുടെ പാസ്റ്റ് സിൻസ് എല്ലാം ഇറേസ് ചെയ്ത് നമ്മെ ശുദ്ധീകരിക്കുന്നതായ ആ വലിയ പ്രവൃത്തി അവൻ തൻ്റെ ജീവിതത്തിലൂടെ, മരണത്തിലൂടെ, അടക്കത്തിലൂടെ, ഉയർത്തെഴുന്നേൽപ്പിലൂടെ, സ്വർഗാരോഹണത്തിലൂടെ നമുക്ക് നൽകി തന്നിരിക്കുന്നു. He erased all our past sins by his death, his resurrection and ascension to heaven. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾക്ക് അവനിൽ ഒരു ഫ്യൂച്ചർ ഉണ്ട്. Therefore we have a future in him. അവനിലൂടെ നമുക്കൊരു ഭാവിയുണ്ട്. Therefore through him we have a കാരണം future. അവൻ ജയാളിയായ ദൈവമാണ്. Because he is a triumphant God. He is the victorious one. He is a victorious one. അവൻ ജയാളിയായ കർത്താവാണ്. He is a victorious God. അതുകൊണ്ട് ആ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാവൻ. അവൻ ജയാളിയായതുകൊണ്ട് പറയുക, ഞാനും ജയാളിയാണ്. Therefore let us praise, saying he is victorious, therefore I am victorious. അവൻ വീക്ക്നെസ്സസിന്റെയും പെയിനിന്റെയും സഫറിങ്ങിന്റെയും പാതയിലൂടെ പോയതുകൊണ്ട് എനിക്ക് എന്റെ ഭാരത്തെ അവന് നന്നായി അറിയാം. He went through pain, weaknesses and suffering, therefore he knows my weaknesses and suffering as well. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവിന്റെ വരവിലൂടെയാണ് ഈ ലോക ചരിത്രത്തിലെ സകല പ്രാചീനമായ ബാർബറിക്കായിട്ടുള്ള കൾച്ചറിന് മാറ്റം വന്നത്. Do we know that through the coming of Jesus Christ, the barbaric and bad cultures of this world were changed? കാരുണ്യത്തിന്റെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും സന്ദേശം ലോകത്ത് വന്നത് യേശു കർത്താവിന്റെ ഡീപ് റൂട്ടഡ് ടീച്ചിങ്ങിലൂടെയാണ്. The message of love, care and sharing came through the deep rooted message of Christ Jesus. എന്നാൽ അതിലും അധികമായി ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേറ്റീവ് ആൻഡ് റെസ്റ്റോറേറ്റീവ് വർക്ക് യേശുവിന്റെ വരവിലൂടെ നടന്നു. But beyond that, a great transformative work happened through the coming of Jesus. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. നാം കുറിവാക്യത്തിൽ വായിച്ചു, our Christ he is alive yesterday, today and forever. Let us continue to pray as we read before, our Christ is alive നാം ആ yesterday, today and കർത്താവിനോട് forever. പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക. Let us prepare ourselves to pray. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, ജീവിതത്തിന്റെ പ്രയാസമേറിയ ഘട്ടങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ആ കർത്താവിനെ അധരം കൊണ്ട് സ്തുതിപ്പാൻ, ധ്യാനിപ്പാൻ ദൈവജനം തയ്യാറാകട്ടെ. Let us prepare ourselves to open our mouths, pray and praise the God who can change and transform our situation. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തു പോയി അപ്പോസ്തലന്മാർ ശുശ്രൂഷ ചെയ്യുന്ന സെയിം കാലയളവിലാണ് പൗലോസിന്റെ രൂപാന്തരം ഉണ്ടാകുന്നത്. After Jesus ascended to heaven and the apostles were ministering, that is when the transformation of Paul നാം happened. ചിന്തിക്കണം, യേശു കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ, അല്ലെങ്കിൽ ആ നാമത്തെ വൈപ്പ് ഔട്ട് ചെയ്യുവാൻ ഒരു തീവ്രവാദിയെ പോലെ പ്രവർത്തിച്ച പൗലോസിന് രൂപാന്തരം വന്ന് ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടിയും മരിക്കുന്നെങ്കിൽ അതെനിക്ക് ലാഭവുമാണെന്നും പറഞ്ഞ ഇത്ര ആഴത്തിലുള്ളതായ ഹല്ലേലൂയ സമർപ്പണ വാക്കുകൾ പറയത്തക്ക രീതിയിൽ ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ഈ ആലയത്തിൽ അവൈലബിൾ ആണ്. ഇഫ് യു ആർ worried, if you are weary, if you are in troublesome path you are going through, our God is enough able to do some kind of great things in your life. And we need to understand the Paul, who was the extremist, who was trying to wipe out the name of Christ and the people, was transformed in such a manner, who said, for me it is to live in Christ but to die again. That same transforming power is in our midst to deliver us from all our troubles and situations. പ്രിയമുള്ളവരെ, നാം ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് മുൻപോട്ട് പോവുകയാണ്. My dear ones, we are going for a prayer going forward. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇതേ പ്രവർത്തികൾ ചെയ്യാൻ ഇപ്പോഴും ശക്തനാണ്. Our God is here to do the same type of deeds in our lives and is able. നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കാൻ അവൻ ശക്തനാണ്. He is able to wipe away all our tears. യോഹന്നാൻ 14:16 പറയുന്നു, ഞാനാണ് വഴി എന്ന്. In John 16:16 it says, I am the way. ഞാനാണ് സത്യവും ജീവിതവും എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. And he says with firmness, I am the truth and life. വെളിപ്പാട് 11:15 പറയുന്നു, in Revelation 11 verse 15 it says,
എന്താണെന്നറിയാമോ? ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. The kingdoms of this world have become the kingdoms of our Lord and Christ. അവൻ എന്നേക്കും വാഴും. He shall reign forever and ever. എന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാസന്തോഷമുണ്ടായി. That was a voice in heaven. നോക്കണം, അവൻ എന്നേക്കും വാഴും. Let us see, he will reign forever and The ever. kingdom of the world has become the kingdom of our Lord. അതാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. The kingdoms of the world have become the kingdoms of our Lord. ഇതിനെല്ലാം മാറ്റം വരും. Everything will change. ദൈവത്തിന്റെ രാജ്യം സമാഗതമാകും. But the kingdom of the Lord will be established forever. ഇന്ന് നാം സകലത്തിന്റെയും കാരണഭൂതനായ, സകലത്തെയും നിയന്ത്രിക്കുന്ന, സകലത്തെയും ഭരിക്കുന്ന നമ്മുടെ കർത്താവിനെയാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. Today we are meditating upon Christ, who is the author and finisher of everything in our നാം ഒരു lives. കാര്യം മറന്നു പോകരുത്. The uniqueness of Christ is demanding not just hearing, rather action. We need to understand the uniqueness of Christ is demanding not just hearing but action. The uniqueness of Christ demands not just admiration, The uniqueness of Christ demands not just admiration but response. but response. എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്? How do we respond? നാം അവനിൽ ആഴത്തിൽ വിശ്വസിക്കണം. By believing him true to the end and deep. നാം തന്നെ അവന് വേണ്ടിയുള്ള ഒരു ആരാധനയായി മാറണം. We should transform ourselves as a worship for him. And we have to surrender ourselves before God. And we have to surrender ourselves before God. നാം കർത്താവിനെ ധ്യാനിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കേണ്ടത്. When we meditate upon the Lord, these three things should അവൻ happen. നല്ലവനാണെന്നുള്ള വെർബൽ അബ്യൂസ് മാത്രമല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. It is not just verbal words that he is good in our lives. പിന്നെയോ അവന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. But it is that we should be able to surrender our lives for him. ഇനിയും ട്രാൻസ്ഫോം ചെയ്യപ്പെടാത്ത നമ്മുടെ ജീവിത മേഖലകളെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനായി ഏൽപ്പിച്ചു കൊടുക്കണം. The areas which have not been transformed should surrender for a complete transformation. നമ്മുടെ ജീവിതം ഒരു ആരാധനയായി മാറണം. Our life should transform into a worship for him. അവന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു സ്വീറ്റ് അരോമയായി നമ്മുടെ ജീവിതം മാറണം. Our life should be a useful and sweet aroma for God. ഇന്ന് പകൽക്കാലം അതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us pray for that today. യെശയ്യാ പ്രവാചകൻ അവന്റെ മിനിസ്ട്രിയിൽ പറയുന്നുണ്ട്, അവൻ അത്ഭുത മന്ത്രിയും വീരനാം ദൈവവും നിത്യപിതാവും സമാധാനത്തിന്റെ പ്രഭുവുമാണ് എന്ന്. In Isaiah he says he is the wonderful counselor, mighty God and everlasting God and the Prince of Peace. ഇന്ന് പകൽക്കാലം ദൈവ പൈതലെ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സർവസജ്ജമായി യേശു നമ്മുടെ നടുവിലുണ്ട്. And even today Jesus is here to work for us in our lives. ഈ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. We have come to the end part of this sermon. The Spirit of God is demanding us from what we have to surrender ourselves to God. The Spirit of God is demanding us for what we have to surrender to God. നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങളെ അവന്റെ മുൻപിലേക്ക് ഇറക്കി വെക്കുക. Let us remove our burdens before him. നമ്മുടെ ജീവിതത്തിന്റെ സങ്കടകരമായ അവസ്ഥകളെ അവനിലേക്ക് പകർന്നു കൊടുക്കുക. Let us transfer our sorrows and sadness before അവൻ him. 2000 വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത പ്രവൃത്തി ഇന്നും ചെയ്യാൻ ശക്തനായി നമ്മുടെ നടുവിലുണ്ട്. The act he did 2000 years ago is still powerful to do the same thing in our midst. നയനിലെ വിധവയുടെ മകന്, ഹല്ലേലൂയ, വിധവയായ മകൻ തന്റെ ഏക മകൻ നഷ്ടപ്പെട്ട ദുഃഖത്തിലായിരിക്കുമ്പോൾ ആ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊടുക്കാൻ മനസ്സ് കാണിച്ച കർത്താവിന്റെ സാന്നിധ്യം ഇപ്പോൾ ഇവിടെ ചലിക്കുന്നു. The presence of Christ which delivered the son of the widow in Nain is in our midst even today. മരിച്ചു നാറ്റം വെച്ച് 4 ദിവസമായി മണ്ണിനോട് ഇഴുകിയ ശരീരത്തെ അതേ സഹോദരിമാരുടെ സങ്കടം കണ്ട് ഇറങ്ങി വന്ന് അടുത്തു വന്ന് പ്രവർത്തിച്ച് അതേ ലാസറിനെ മടക്കി കൊടുത്ത ദൈവത്തിന്റെ സാന്നിധ്യം അതേ ഇവിടെ വ്യാപരിക്കുന്നു. The Jesus who delivered Lazarus after 4 days of his death is in our midst and working for us. പ്രിയമുള്ളവരെ, he is the same yesterday, today and forever. He is the same yesterday, today and forever. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. He is the same yesterday, today and forever. ദൈവമേ, നിന്റെ ജീവിതത്തിൽ അവൻ ഇന്നലെ ചെയ്തൊരു പ്രവൃത്തി ഇന്ന് ചെയ്യാൻ മനസ്സുള്ളവനായി ഇവിടെ വന്നിട്ടുണ്ട്. The Lord who has done in the past for us is willing to do the same and he is in our midst. നിന്റെ പ്രയാസങ്ങൾ ഏത് വിധത്തിലുമുള്ളതായിക്കൊള്ളട്ടെ, Howsoever difficult your എത്ര situation, കഠിനമായതായിക്കൊള്ളട്ടെ, howsoever troublesome it may be, എത്ര പർവ്വത സമാനമായിക്കൊള്ളതായിക്കൊള്ളട്ടെ, howsoever big as mountain it may be, no matter
No matter. നീ അത് കാര്യമാക്കണ്ട. Let it not matter for you. യേശുവിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ ഏൽപ്പിച്ച് വിഷയങ്ങളെ ഏൽപ്പിച്ച് ദൈവജനം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ട്. Let us surrender that into the hand of Lord and continue to pray. ഓ കുറവുകളും പോരായ്മകളും ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരടിയന്തിരമായ ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ട്. Let us confess our sins and weaknesses and pray അവൻ for a നമ്മുടെ divine work in വീക്ക്നെസ്സിൽ our lives. സഹതാപം കാണിക്കാൻ മനസ്സുള്ളവനാണ്. He is ready to sympathize in our ഓ weaknesses. നമ്മുടെ പ്രയാസത്തിൽ നമ്മുടെ അടുക്കലേക്ക് വന്ന് ഹല്ലേലൂയ നമ്മെ സൗഖ്യമാക്കുവാൻ ശക്തീകരിക്കുവാൻ നമുക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഒരുക്കമുള്ളവനായി അവൻ ഇവിടെ വന്നിരിക്കുന്നു. He has come here to remove us of all our troubles and ഓ comforts and ദൈവജനം deliver us. ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്കട്ടെ. Let us continue to pray in the നിങ്ങളുടെ Spirit. ഭാരങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കട്ടെ. Whatever your burdens be, let ഓ us pray. നിങ്ങളുടെ നിലവിളി ഉയരട്ടെ. Let us prayers rise. ഓ നിങ്ങളുടെ സങ്കടങ്ങൾ കർത്തൃസന്നിധിയിലേക്ക് എത്തട്ടെ. Let our sorrows reach the presence of our Lord. പ്രിയമുള്ളവരെ ഇന്ന് പകൽക്കാലം ദൈവം ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. My dear ones, the Lord is going to do certain things in your ഓ life. ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. The things which no one else can do, He is ready to do for us. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ചില മേഖലകളിലേക്ക് ഇന്ന് പകല് അവൻ ഇടപെട്ട് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. Areas in which no one else can do, He is going to ഓ intervene and do. ആർക്കും നിന്നോട് കരുണയില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ കരുണാമയനായി അവൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നു. The situation where no one shows mercy, He is showing mercy to ഓ us നിന്നെ today. സഹായിക്കേണ്ടവർ മാറി നിൽക്കുമ്പോൾ അതാ സഹായഹസ്തവുമായി അവന് നിന്റെ ജീവിതത്തിലേക്ക് വിഷയത്തിലേക്ക് ഇറങ്ങുന്നു. When everyone stands afar and no one is ready to help, He is here with His helping hands for ദൈവമക്കൾ us. പ്രാർത്ഥിക്കട്ടെ. Let us continue to pray. ആത്മമണ്ഡലത്തിൽ കരങ്ങൾ അടിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. Let us clap our hands and pray in the Spirit. ഓ റേബേൽ ഖമന ഖഡാർ വൽഖനാസിയ. ഓ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ Mighty name of Jesus. ഓ നീ വലിയവനായ വല്ലഭനായ ദൈവമാണല്ലോ. You are the mighty, matchless ഓ God. ജീവന്റെയും മരണത്തിന്റെയും അധികാരിയാണല്ലോ. You are the സ്വർഗത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നിന്റെ കൈവശമുണ്ടല്ലോ. keys of death and ഓ നീ Hades. പാതാള ശക്തികളെ തകർത്തവനാണല്ലോ. Hallelujah. ഓ റേബേഖേനോ ശമന. പോരാടി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവവൈദ്യനെ നിന്റെ നിന്നയെ മാറ്റുന്ന ഓ നിന്റെ നിന്നയെ മാറ്റുന്ന ഓ ശത്രു നിന്നെ കുറിച്ച് ഹല്ലേലൂയ പരിഹാസ വാക്കുകൾ ചൊരിയുന്ന സ്ഥാനത്ത് ദൈവം നിനക്ക് വേണ്ടി ചില പ്രവൃത്തികൾ ചെയ്യുന്നതായി ആത്മാവ് തെളിവായി കാണിക്കുന്നു. The Spirit of the Lord is showing the works of the Lord which will remove the shame and the mockery which our enemies did upon us. മടികൂടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. Let us continue to pray before the presence of the Lord. ബർത്തലോമായി ദൈവസന്നിധിയിൽ നിലവിളിച്ചതുപോലെ നിലവിളിക്കട്ടെ. Just as Bartholomew shouted in the presence of the Lord. ബർത്തലോമായി ദൈവസന്നിധിയിൽ അധികം നിലവിളിച്ചതുപോലെ നിലവിളിക്കട്ടെ. Just as Bartholomew cried in the Oh, presence of the Lord. cry unto God. Let us cry unto the Lord. Oh, cry unto God. Let us cry unto Him. ദൈവസന്നിധിയിൽ കരയട്ടെ. Let us cry unto the Lord. എല്ലാ വിഷയങ്ങൾക്കും അവൻ ശാശ്വത പരിഹാരം നൽകും. He can give the eternal solution for all our troubles. ഓ റബേഖം രവശന്തൽ ഖമനഗസ്യാല. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുക. ചില നിമിഷങ്ങൾ മാത്രം. ഓ ചില വിടുതലുകൾ ദൈവത്തിന്റെ ആത്മാവിലൂടെ ചെയ്യുന്നു. തകർന്ന ഹൃദയങ്ങൾക്ക് സമീപസ്ഥനായിട്ട് അവൻ വരുന്നു. ഓ അവൻ നിന്റെ ഒരു അപ്പനെ പോലെ ഒരമ്മയെ പോലെ നിന്റെ അടുക്കലേക്ക് അവൻ വരുകയാണ്. Hallelujah. ഓ സ്തോത്രം. ഒരു അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായ മനസ്സലിവോടും സഹാനുഭൂതിയോടും കൂടെ ദൈവവൈദ്യരെ നിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങി വരുവാൻ മനസ്സുള്ളവനായി യേശു ഇവിടെ വന്നിരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് വെല്ലുവിളികൾ പോരുകള് ബന്ധനങ്ങള് അഴിയട്ടെ. ദൈവപ്രവർത്തികൾ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ അനുവദിക്കില്ലെന്ന് വാദിക്കുന്ന വെല്ലുവിളികള് യേശുവിൻ നാമത്തിൽ നിഷ്പ്രഭമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആ വിടുതലുകൾ പൂർണ്ണതയോടെ സംഭവിക്കട്ടെ. ഓ റേബേഖ
Lekeno Ramana Shamana Taradhana Tirandhara Ribal Kamana. Hallelujah, 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 hallelujah. Tunamana Kena Siala Navana Adara Thela Raba Kana Siala Anabashil Devate Studichate Tulamara Kalarava Adathala Rabathala Karathala Reba Kama Lamanderia Shamanderia. Oh, come on, Reba, Reba, Tira, 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 Reba, Kudam Teria Reba. Oh, hallelujah. ശക്തമായ വിടുതലുകൾ നടക്കുന്നു. ശക്തിയേറിയ വിടുതലുകൾ സംഭവിക്കുന്നു. ശക്തിയേറിയ വിടുതലുകൾ നടക്കുന്നു. പാതാള ശക്തികളെ തകർത്തുകൊണ്ട് ദൈവമേ നിന്റെ ഡെസ്റ്റിനിയെ മാറ്റുന്ന ദൈവപ്രവൃത്തി ഇവിടെ വ്യാപരിക്കുന്നു. ദൈവപ്രവർത്തികൾ സംഭവിക്കുന്നു. നിന്റെ ആകുലതകളെ അവൻ മാറ്റുന്നു. നീ തലമുറയെ ഓർത്ത് സങ്കടപ്പെടുന്നു. ദൈവം അപ്പോൾ പറയുന്നു, നിന്റെ വിഷയത്തിന്റെ നടുവില് ഞാൻ എന്റെ കരം നീട്ടിയിരിക്കുന്നു. അത്ര പ്രൗഢ പൽഖനാദിയ ഓരവലവ ശാന്തൽ ഖമന റദലവ ശാന്തല പ്രൗഢലാദര അലർഖലവ ശൈദലദര റേവല സര ധരഖനാദിയ. Thank you, Master. Thank you, Lord. Thank you, Lord. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം വലിയവ ചെയ്തുകൊണ്ടിരിക്കുന്നു. തളരണ്ട, ഭാരപ്പെടണ്ട, ധൈര്യത്തോടെ പോയിക്കൊള്ളുക. അവൻ നിന്റെ ജീവിതത്തിൽ വലിയവ ചെയ്തിരിക്കുന്നു. God is doing great things in our midst. Let us not lose hope, not lose strength. He is doing mighty things in our midst. സന്തോഷത്തോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. Let us joyfully praise the Lord. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. Oh, most loving Father, we thank you for this wonderful time you have given us, Lord. We thank you for your freedom of the presence which is being manifested in our midst, Lord. Thank you for speaking clearly to us, Lord. You are the ruler of everything, Lord, over all authorities, over death, over life. And Lord Jesus, we are your children, Father, and you have come down into our midst. Therefore, we thank you. Today we confess our wrongs, our weaknesses, Lord Jesus, and surrender our lives for your divine intervention, Lord. Thank you for intervening, Lord. Thank you, Lord, for speaking to us through your servant. The rest of the time we give into your hands. Thank you, Lord, for hearing our prayers. In Jesus' name I pray. Amen. കരങ്ങളടിച്ച് സന്തോഷത്തോടെ കർത്താവ് എനിക്ക് വലിയവ ചെയ്തു എന്ന വിശ്വാസത്തോടെ